സമൂഹത്തിൽ വിവാഹമോചനത്തിന്റെ എണ്ണം വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി RL ബൈജു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ എസ് പ്രഭാവതി എഴുതിയ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പഴയ കാലത്തെ അപേക്ഷിച്ച് കേരളീയ സമൂഹത്തിൽ വിവാഹമോചനങ്ങളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആപത്കരമായ പ്രവണതയാണെന്ന് കുടുംബ കോടതി ജഡ്ജി RL ബൈജു പറഞ്ഞു. നിസ്സാര കാരണങ്ങൾക്ക് വരെ വിവാഹമോചന ഹർജികളുമായി എത്തുന്ന പ്രവണതയാണ് ഇപ്പോഴുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം മുൻ മേധാവി ഡോക്ടർ കെ എസ് പ്രഭാവതി എഴുതിയ അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ എന്ന പുസ്തകം പ്രകാശനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ദാമ്പത്യ തകർച്ചയുടെ പരിണിത ഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഒന്നും അറിയാത്ത കുട്ടികളാണ്. അത് ഏറെ വേദനാജനകമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള പഠനം നടത്തുക വഴി ജനശ്രദ്ധ നേടിയ സൈക്യാട്രിസ്റ്റാണ് ഡോക്ടർ ജിത്തു VP. കേരള ജേർണൽ ഓഫ് സൈക്യാട്രിയിൽ നിരവധി പ്രബന്ധങ്ങൾ എഴുതിയ വ്യക്തി കൂടിയാണ് ഇദ്ദേഹം. ഈ രണ്ടുപേർ പ്രകാശന കർമ്മത്തിൽ സദസ്സും വേദിയും ഒരുപോലെ സന്തോഷപ്രദമായ നിമിഷങ്ങൾ ആസ്വദിക്കുകയാണ്. വായിച്ചിട്ട് ഈ കഥ മുഴുവൻ വായിച്ചു കഴിഞ്ഞിട്ട് അയ്യോ സാറേ കരയൊക്കെ ചെയ്യും, കണ്ണൊക്കെ നിറയും. എന്റെ ഭർത്താവ് എന്നെ എത്ര ക്രൂരമായിട്ട് ഉപദ്രവിച്ചിരുന്നു എന്നുള്ളത് ഇത് വായിച്ചപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. ആ രീതിയിലൊക്കെ ഉള്ള സ്റ്റോറി റൈറ്റിംഗ് വരും. നമ്മൾ പൊതുവെ അവിടെ ഒരു കഥകളാണ്. ഇപ്പൊ ഡോക്ടർ മെഹറൂഫ് രാജ് പറയാറുണ്ട്, ഓരോ പേഷ്യന്റും ഓരോ കഥകളുമായിട്ടാണ് അദ്ദേഹത്തിന്റെ അടുത്തേക്ക് കയറി വരിക. അതേപോലെ നമ്മൾ കോടതിയിൽ വരുന്ന ഓരോ ആളുകളും ഒരു കഥയായിട്ട് വരും. ആ കഥയ്ക്ക് ഒരു തിരക്കഥ ഉണ്ടാവും, അതിന് സംഭാഷണം, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. ഫാമിലി കോടതിയിലെ അവസ്ഥ ശരിക്കും ഒരു മാനസിക രോഗ വിദഗ്ധർക്ക് പഠിക്കുകയും പരിഹാരം നിർദ്ദേശിക്കുകയും ചെയ്യേണ്ട ഒരു ഫീൽഡാണ്, വലിയൊരു ഫീൽഡ്. അത്രയധികം ഡൈവേഴ്സുകൾ വരുന്നു. ഡൈവേഴ്സ് ഇല്ലെങ്കിൽ തന്നെ വേറെ പല ക്ലെയിംസും വരുന്നു. കുട്ടികളെ കസ്റ്റഡി, അച്ഛനും അമ്മയും കൂടി കുട്ടികളെ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ് രണ്ട് സൈഡിൽ നിന്നും. പണ്ടത്തെ ആ കഥയിൽ പറയുന്ന മാതിരി മുറിച്ചിട്ട് കഷ്ണം എടുത്തോളാൻ പറയാൻ തോന്നും നമുക്ക്. ഒരു തല അച്ഛൻ കൊണ്ടുപോയിക്കോട്ടെ, കാലും ബാക്കിയൊക്കെ അമ്മ കൊണ്ടുപോയിക്കോട്ടെ എന്ന് പറയാൻ തോന്നും. അത്രയ്ക്ക് വാശിയായിരിക്കും ഈ കുട്ടികളുടെ കാര്യത്തിന് വേണ്ടിയിട്ട് അവർ വരുന്ന സമയത്ത്. ഈ നടുവിൽ നിന്നിട്ട് കുട്ടി കിടന്നിട്ട് ഇങ്ങനെ പെടയും. ഒരു എക്സ്പീരിയൻസ് അങ്ങനെ ഉണ്ടായി. പിന്നെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ ഈ ഫാമിലി കോടതിയുടെ ഒരു അവസ്ഥ. അംബികയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇപ്പൊ എന്റെ കോടതിയിൽ ഒരു ദിവസം ഒരു ആവറേജ് 1 ഡസൻ ഡിവോഴ്സ് നടക്കുന്നുണ്ട്. ഞാൻ ഇവരോട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഗുരുവായൂർ അമ്പലത്തിലൊക്കെ ഈ ഇതിന്റെ മുകളിൽ കയറിയിട്ട് മാല അങ്ങോട്ടും താലി ഇങ്ങോട്ടും എന്തൊക്കെയോ കിട്ടുമല്ലോ. ഈ സാധനത്തിന് അവിടെ ഒരു ഫീസൊക്കെ അടയ്ക്കുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾ ഇനി ഇവിടെ ഫീസ് അടയ്ക്കണം, ഒന്ന് കയറി നിൽക്കുകയാണ്. ഇതേപോലെ ഒരു കൂട് തന്നെയാണ് ഞങ്ങളും ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവര് കല്യാണം കഴിക്കാൻ വേണ്ടി കൂടുണ്ടാക്കി വെച്ചിരിക്കുന്നു, ഞങ്ങൾ കല്യാണം പിരിച്ചുവിടാൻ വേണ്ടി. കൈരളി ശ്രീ വേദി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ ഉള്ളേരി മലബാർ മെഡിക്കൽ കോളേജിലെ എമിററ്റ്സ് പ്രൊഫസർ ഡോക്ടർ AM കുഞ്ഞിക്കോയാമു അധ്യക്ഷത വഹിച്ചു. രണ്ടറ്റവും കൂട്ടിമുട്ടിക്കുവാൻ പാടുപെടുന്ന സാധാരണക്കാരായ ഒരുപാട് ജനങ്ങൾ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് ഈ നെട്ടോട്ടത്തിനിടയിൽ നഷ്ടപ്പെടുന്നത് അവരുടെ മനസ്സമാധാനമാണ്, സന്തോഷമാണ്. ഈ സന്തോഷത്തിന് വേണ്ടിയാണ് അവർ കൗൺസിലേഴ്സ്. കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ സൈക്യാട്രി വിഭാഗം മേധാവിയായ ഡോക്ടർ VP ജിത്തു പുസ്തകം ഏറ്റുവാങ്ങി. മേഡം സിംപ്ലിസിസ്റ്റിക് സ്റ്റൈലിന്റെ ആളാണ്. അപ്പൊ മേഡത്തിന് ആ രീതിയിൽ അത് അവതരിപ്പിക്കാൻ പറ്റുന്നുണ്ട്. പ്രൊഫഷണൽസിന് വേണ്ടിയിട്ടുള്ള ഒരു പുസ്തകമല്ല. അപ്പോൾ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പ്രതിപാദിക്കാൻ മേഡത്തിന് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ മേഡം എന്തായാലും റിട്ടയർ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഉദ്യമത്തിനാണ് മുതിർന്നത് എന്ന് ഇപ്പോഴാണ് മനസ്സിലായത്. വളരെ നല്ല കാര്യമാണ് മേഡം. ഇനിയും നേരത്തെ റോഷനും ബൈജു സാറും സൂചിപ്പിച്ച പോലെ ഇനിയും ഇത്തരം പുസ്തകങ്ങൾ പൊതുജനങ്ങൾക്ക് കൊടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഡോക്ടർ റോഷൻ ബിജ്ലി പുസ്തക പരിചയം നടത്തി എന്നുള്ളതാണ് ഇതിലെ കാതലായ ചോദ്യം. ഒരു റിട്ടയർമെന്റിന് ശേഷം ഈ തരത്തിൽ അതിന്റെ ഒരു അനുഭവ സമ്പത്തോ നോളജോ ഇല്ലാത്തവരായിരിക്കില്ല മറ്റുള്ളവർ. പക്ഷെ ഇങ്ങനെ എനിക്ക് തിരിച്ച് സമൂഹത്തിന് നൽകണം എന്ന ആ ഒരു ഉയർന്ന ചിന്ത, അത്തരത്തിലുള്ള ചിന്തയാണ് മാഡത്തെ മറ്റുള്ളവരിൽ നിന്നും മാഡത്തെ വ്യത്യസ്തയാക്കുന്നത് എന്നും ഞാൻ കരുതുന്നു. ഈ ഒരു പുസ്തകത്തിന്റെ കെട്ടുമട്ടും കണ്ടന്റിലേക്ക് വരികയാണെങ്കിൽ, അറിയാൻ മനസ്സിന്റെ അസ്വസ്ഥതകളെ ആണ് ഈ പുസ്തകത്തിന്റെ ടൈറ്റിൽ. പുസ്തകപുര എന്ന പ്രസിദ്ധീകരണ
കേന്ദ്രമാണ് ഈ പുസ്തകം അച്ചടിച്ചിരിക്കുന്നത്. 112 പേജുകളിൽ 19 അധ്യായങ്ങളായിട്ടാണ് ഈ പുസ്തകം ഉള്ളത്. അപ്പോൾ വെറും 112 പേജുകളാണെങ്കിലും അതിനകത്ത് മാഡം, ഞാനിത് മൊത്തം ഗോത്രൂ ചെയ്താണ് വിശദമായി തന്നെ. അപ്പം തന്റെ ജീവിതകാലം മുഴുവൻ, അതുപോലെ പ്രത്യേകിച്ചും പ്രൊഫഷണൽ ലൈഫിൽ ഒരു 3 ഡെക്കേഡിലേറെയായിട്ട് മാഡം സ്വാംശീകരിച്ചെടുത്തിട്ടുള്ള സൈക്യാട്രിയെ സംബന്ധിച്ചുള്ള നോളജൊക്കെ വളരെ സിമ്പിളായിട്ട്, വളരെ ലളിതമായി ഏതൊരാൾക്കും മനസ്സിലാവുന്ന രീതിയിൽ അതിന്റെ ഒരു കണ്ടൻസേറ്റ് ആണ് സത്യത്തിൽ ഈ ഒരു പുസ്തകം എന്ന് നമുക്കിത് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാകും. ഡോക്ടർ സി അജിത, അഡ്വക്കേറ്റ് AC അംബിക, ഡോക്ടർ TP മോഹനൻ എന്നിവർ സംസാരിച്ചു. ഡോക്ടർ മിഥുൻ സിദ്ധാർത്ഥൻ സ്വാഗതവും ഡോക്ടർ KS പ്രഭാവതി നന്ദിയും പറഞ്ഞു. ഒരു പ്രധാന പങ്ക് വഹിച്ച ആളുണ്ട്, മിസ്റ്റർ രാധാകൃഷ്ണൻ. എന്റെ സുഹൃത്തു കൂടിയാണ്. മാധ്യമത്തിൽ നിന്ന് ചീഫ് സബ് എഡിറ്ററായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. ആർട്ടിസ്റ്റാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് ബുക്കിന്റെ കവറിന്റെ കളറും ഒക്കെ ചൂസ് ചെയ്തത്. മുഖചിത്രം വരച്ചത് രാധാകൃഷ്ണനാണ്. പിന്നെ ഈ പുസ്തകത്തിന്റെ രചനയിലുടനീളം എനിക്കൊരു സഹയാത്രികനായിരുന്നു രാധാകൃഷ്ണൻ. ഒരുപാട് നന്ദി രാധാകൃഷ്ണൻ. പറയേണ്ടതെന്ന് ചോദിച്ചാൽ, എന്റെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരിക്കലെങ്കിലും ഞാൻ ഏതെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുള്ള, നോട്ടം കൊണ്ടാവാം, വാക്കാലെയാവാം, സ്വാതന്ത്ര്യം കൊണ്ടാവാം, എന്തെങ്കിലും രീതിയിൽ ഇടപെട്ടിട്ടുള്ള എല്ലാ ആളുകളോടും എനിക്ക് കടപ്പാടുണ്ട്. ഞാൻ എന്നും സ്മരിക്കുന്ന അദൃശ്യ ശക്തിയെ നമിക്കുന്നു. ഞാൻ ഈ സൈക്യാട്രി വിഭാഗത്തിലേക്ക് കടന്നു വന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, തികച്ചും ആകസ്മികമല്ല അത്. ഡോക്ടർ ആവണമെന്ന് വിചാരിച്ചെന്നാണെന്ന് പറയായിരുന്നു. പഠിക്കാൻ തുടങ്ങിയപ്പോൾ അറിയായിരുന്നു, എല്ലാ രോഗികൾക്കും ഏതുതരം രോഗമാണെങ്കിലും അവരുടെ മനസ്സിനൊരു തലോടൽ ആവശ്യമാണ്. ഹൗസ് സർജൻസി കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ആലോചിച്ചു നോക്കി. എല്ലാ അസുഖങ്ങളുമായിട്ട് വരുന്ന ആളുകളെയൊക്കെ ചികിത്സിച്ച് സന്തോഷമായിട്ടിരിക്കണം, സ്പെഷ്യലൈസേഷനൊന്നും വേണ്ട എന്നൊക്കെ തോന്നലുണ്ടായിരുന്നു. പക്ഷേ മനുഷ്യ മനസ്സുകൾക്കുണ്ടാവുന്ന ഭാവവ്യത്യാസങ്ങളെ, അസുഖങ്ങളെ ഞാൻ എങ്ങനെ തിരിച്ചറിയും? ഞാൻ എങ്ങനെ ചികിത്സിക്കും? എനിക്കൊന്നും അറിയില്ല എന്നുള്ള നഗ്ന സത്യം സൈക്യാട്രിയിലേക്കുള്ള യാത്ര തുടരാൻ എന്നെ പ്രേരിപ്പിച്ചു. എന്റെ ഉറ്റ സുഹൃത്തുണ്ടായിരുന്നു ഡോക്ടർ പത്മജ. പ്ലീസ്, അത് ഇങ്ങനെ പഠിക്കണം, അങ്ങനെ പഠിക്കണം, അവിടെ പോയി എൻട്രൻസ് എഴുതണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. അങ്ങനെ സൈക്യാട്രിയിലെത്തി. തീർച്ചയായിട്ടും എല്ലാവരുടെ ജീവിതം കുറെ പരിപാടികളുടെ കൂട്ടത്തിൽ രാവിലെ ചിലപ്പോൾ കുറച്ച് പേഷ്യൻസിനെ കാണും. തീർച്ചയായിട്ടും മുമ്പ് സമയം ചെലവാക്കിയതിനേക്കാൾ കൂടുതൽ സമയം, കുറച്ച് സമയം ഞാൻ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് അതിനുവേണ്ടി സമയം മാറ്റിവെക്കും. എങ്കിൽ കൂടെ പലപ്പോഴും പലതും പലതവണ പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കാൻ അവർ ബുദ്ധിമുട്ടുന്നത് നമ്മൾ കാണാറുണ്ട്. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. 2 വർഷം മുമ്പ്, 2-2.5 വർഷം മുമ്പ് റിട്ടയർ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ ഇനി ഈ പണി തുടരണോ വേണ്ടേ എന്ന് കുറെ 2 മാസം ഞാനിരുന്ന് ആലോചിച്ചു. പിന്നെ പറ്റില്ല എന്ന് തോന്നി. അങ്ങനെ നോ പറയാൻ പറ്റില്ല എന്ന് തോന്നി. ഒരു പേഷ്യന്റ് വന്നു, 50 വയസ്സിൽ കൂടുതലുള്ള ഒരു സ്ത്രീ. അവർക്ക് ആകെ കൂടെ അവരുടെ വിഷമം എന്തായിരുന്നു വെച്ചാൽ തൊണ്ടയിൽ എന്തോ തടയുന്നു എന്നുള്ള തോന്നല്. 8 ENT ഡോക്ടേഴ്സിന്റെ അടുത്ത് പോയിരുന്നു. അതിനുശേഷമാണ് എന്റെ മുന്നിലെത്തിയത്. പക്ഷെ അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ വേറെയുണ്ട്. ഉറക്കമില്ല, സങ്കടമാണ്, മുമ്പത്തെ പോലെ ചിരിച്ചു കളിച്ച് സംസാരിക്കാൻ പറ്റുന്നില്ല, വിഷാദ രോഗത്തിൻ്റെതായ എല്ലാ ലക്ഷണങ്ങളും. പതിപോലെ വിശദമായി നോക്കി, രോഗനിർണയം നടത്തി, ചികിത്സയെക്കുറിച്ച് സംസാരിച്ചു.
ഹസ്ബൻഡിനോടും മകനോടും വേറെ ഇരുത്തി സംസാരിച്ചു, പേഷ്യന്റിനോട് വേറെ സംസാരിച്ചു. അവസാനം ഞാൻ പറഞ്ഞു, ഇങ്ങനെ തൊണ്ടയിൽ തോന്നുന്നതും ഈ അസുഖത്തിന്റെ ഭാഗമായിട്ടാണ്, കഴിയുന്ന രീതിയിൽ അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ എന്റെ കഴിവ് വെച്ച് ഞാൻ ശ്രമിച്ചു. പക്ഷെ ഇറങ്ങാൻ നേരം ഫീസൊക്കെ തന്നു ഹാപ്പി ആയിട്ട് പോകാൻ നേരം ഹസ്ബൻഡ് എന്നോട് ചോദിച്ചു, ഡോക്ടറെ ഒരു ഉപകാരം ചെയ്യൂ, ഒരു നല്ല ENT ഡോക്ടറെ പറഞ്ഞു തരൂ. കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൈക്യാട്രി വിഭാഗം മുൻ മേധാവിയായ ഡോക്ടർ പ്രഭാവതി തന്റെ വർഷങ്ങൾ നീണ്ട അനുഭവങ്ങളുടെ ലഘുവിവരണമാണ് പുസ്തകത്തിലൂടെ പങ്കുവയ്ക്കുന്നത്. മനോരോഗത്തെക്കുറിച്ച് സമൂഹത്തിന് തെറ്റായ പല കാഴ്ചപ്പാടുകളും തിരുത്താൻ ഉതകുന്നതാണ് പുസ്തകത്തിന്റെ ഇതിവൃത്തം. മനസ്സിന്റെ വിഹ്വലതകളും ആശങ്കകളും ഓരോ വ്യക്തിയുടെയും മനോനിലയിൽ വരുത്തുന്ന മാറ്റങ്ങളും എല്ലാം സാധാരണക്കാരന് മനസ്സിലാകുന്ന ഭാഷയിൽ പുസ്തകത്തിൽ വിവരിച്ചിട്ടുണ്ട്. തൃശൂരിലെ പുസ്തകപ്പുര പബ്ലിക്കേഷൻസ് ആണ് പുസ്തകം പ്രസിദ്ധീകരിച്ചത്. 170 രൂപയാണ് വില. ACV ന്യൂസ് കോഴിക്കോട്.